ഇത് ഒരു തരം മസാല കൊണ്ട് 3 വിധത്തിൽ റെസിപ്പി ഉണ്ടാക്കിയതാണ്. ഇത് നിങ്ങൾക്ക് 3-ൽ കൂടുതൽ ഇഷ്ടമുള്ള എന്തും ഉണ്ടാക്കാം. അങ്ങനെയുള്ളൊരു മസാലയാണ് ഇത്. 1 ഏലക്കായ, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക്, 2 നുള്ളി സാജീരകം, 5-6 ഗ്രാമ്പു, 5-8 ബദാം, 5-8 അണ്ടിപ്പരിപ്പ്, പകുതി സവാള, 5-6 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 2 തക്കാളി, 2 പച്ചമുളക്, 2 കഷ്ണം പട്ട. അളവുകളെല്ലാം ഞാൻ സുമാർ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇനി ഇത് കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഞാൻ കാണിച്ച തക്കാളിയും ഉള്ളിയും പച്ചമുളകുമെല്ലാം ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുവിധം വെന്ത് കഴിഞ്ഞാൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കാം. അതിനുശേഷം ഗ്രാമ്പുവും ഏലക്കായും എല്ലാം ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ബദാമും അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് ഇളക്കിയെടുക്കണം. ഈ മസാലകളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ മസാല കൊണ്ട് ഞാൻ ഉണ്ടാക്കിയത് പനീർ കറി, മുട്ടക്കറി, വെജിറ്റബിൾ കറി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറച്ചിക്കറി, കല്ലുമ്മക്കായക്കറി, എന്ത് കറി വേണമെങ്കിലും ഉണ്ടാക്കാം. ഇനി കുക്കറിൽ 1 ആവി വരുന്നത് വരെ വേവിച്ച ശേഷം കുക്കർ ഒന്ന് തുറന്നു നോക്കാം. തക്കാളിയുടെ തോല് മാറ്റാം, അതാണ് നല്ലത്. ഇനി തണുത്ത ശേഷം ഇവയെല്ലാം ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. നിങ്ങൾക്ക് തിരക്കുള്ളപ്പോൾ നിങ്ങളിങ്ങനെ മസാല ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് നാൾ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. ഇനി പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് അരച്ച കൂട്ടൊഴിച്ച് നമുക്കൊന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇനി മിക്സി കഴുകിയ വെള്ളവും ഒഴിച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പുമിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇതിൽ നമ്മളൊഴിച്ച വെള്ളമെല്ലാം വറ്റിക്കഴിയുമ്പോൾ എണ്ണ തെളിഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. നിങ്ങൾ കുറേ നാളത്തേക്കുള്ള മസാലയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൽ കുറച്ച് എണ്ണ കൂടുതലായി ഒഴിക്കണം. ഞാൻ 3 ദിവസത്തേക്കുള്ള മസാലയാണ് ഉണ്ടാക്കിയത്. ഇതാണ് ഉണ്ടാക്കിയ മസാല. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഈ മസാല തണുത്ത ശേഷം ഫ്രിഡ്ജിൽ എടുത്തു വെച്ചാൽ മതി. ഇനി ഈ മസാലയിൽ നിന്ന് കുറച്ച് മസാല എടുത്ത് 2 മുട്ട പുഴുങ്ങി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. മുട്ടയായതുകൊണ്ട് ഉപ്പ് ഇടേണ്ടി വരില്ല. മസാലയിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ടതുകൊണ്ട് വേറെ ഉപ്പൊന്നും വേണ്ടി വരില്ല. ഇതാ മുട്ടക്കറി റെഡിയായി. ഇനി പനീർ കറി ഉണ്ടാക്കാം. ഈ മസാല എടുത്ത് പാനിലേക്ക് ഒഴിക്കുമ്പോൾ വെളിച്ചെണ്ണയോ കടുകോ ഒന്നും ഇടണമെന്നില്ല. ഇനി ഇത് പാനിലിട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് പനീർ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ 3-4 തരം കറി ഉണ്ടാക്കണമെങ്കിൽ ഈ മസാല കുറച്ചെടുത്ത് ഇങ്ങനെ ഓരോരോ രീതിയിൽ ഉണ്ടാക്കിയാൽ മതി. പിന്നെ തിരക്കുള്ളപ്പോൾ ഓരോരോ ദിവസവും ഓരോരോ രീതിയിൽ ഉണ്ടാക്കുകയും ചെയ്യാം. ഇനി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ കുറച്ച് മസാല എടുത്ത് 1/4 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ചിക്കനും ഇട്ട് 1 നുള്ള് ഉപ്പിടേണ്ടതായി വരും. ചിക്കനിൽ കുക്കറിലിട്ട് വേവിച്ചെടുത്താൽ ചിക്കൻ കറിയും റെഡിയായി. ഈ മസാല ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പനീർ ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുത്ത് അതിലേക്ക് പനീറിന് പിടിക്കാൻ വേണ്ടി 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ഇട്ടതുകൊണ്ടാണ് പനീറിന് വേണ്ടി 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി ഇതുമൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം. ഇതാ പനീർ കറിയും റെഡിയായി. ഇതിൽ ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കിയത് ഉരുളക്കിഴങ്ങിൻ്റെ കറിയാണ്. കുക്കറിലേക്ക് 1 ഉരുളക്കിഴങ്ങും 1 തക്കാളിയും പകുതി സവാളയും ഇട്ട് ഈ കുറച്ച് മസാലയും ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുത്തു.
ഇങ്ങനെ മസാല ഉണ്ടാക്കി നിങ്ങളുടെ സമയം ലാഭിക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.